നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദി എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റിയ കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് സ്വഭാവം എന്നുള്ളതിന് ആദത്ത് എന്ന് പറയുന്നത് ശീലങ്ങൾ, നമ്മുടെ ശീലങ്ങൾ അല്ലെങ്കിൽ സ്വഭാവത്തിന് നമ്മൾ ആദത്ത് എന്ന് പറയും. അപ്പം എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ആദത്ത് ഹേ, സ്വഭാവമാണ് ആദത്ത് ഹേ എന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവമുണ്ടെന്നുള്ളതിനും ആദത്ത് ഹേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആദത്ത് ഹേ ചേർത്തുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം, നിത്യ ആവശ്യമുള്ള. എനിക്ക് ഒരുപാട് സംസാരിക്കുന്ന സ്വഭാവമാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സംസാരിക്കുന്ന ശീലമാണ് എൻ്റേത്. അതെങ്ങനെ പറയും? മുझे ज़्यादा बोलने की, ഒരുപാട് സംസാരിക്കുക എന്നുള്ളതിന് ज़्यादा എന്ന് പറഞ്ഞാൽ കൂടുതൽ, बोलने की എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന. മുझे ज़्यादा बोलने की आदत है, എൻ്റെ സ്വഭാവം അങ്ങനത്താണ്, എനിക്ക് ഒരുപാട് സംസാരിക്കുന്ന സ്വഭാവമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ശീലമാണ്. മുझे ज़्यादा बोलने की आदत है, ഒരുപാട് സംസാരിക്കുന്ന സ്വഭാവമാണ്. ഇനി കുറച്ച് സംസാരിക്കുന്നതാണ് എൻ്റെ സ്വഭാവം എന്നുള്ളത് എങ്ങനെ പറയും? അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കുന്ന ശീലമാണ്. മുझे कम बोलने की आदत है, ज़्यादा എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് കം വരും, കുറച്ച് എന്നുള്ള. മുझे कम बोलने की आदत है എന്ന് പറയാം, കുറച്ച് സംസാരിക്കുന്ന ശീലമാണെന്നുള്ളതിന്. നിങ്ങൾക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന സ്വഭാവമാണ്. വളച്ചൊടിക്കുക എന്നുള്ളതിന് ഗുമാന എന്ന് പറയും. കാര്യത്തിന് നേരെ പറയാതെ വളച്ചൊടിക്കുക, ഗുമാന. തുമേ ബാത്തോങ്കോ, കാര്യങ്ങൾ ഗുമാനേക്ക് ആദത്തെ, വളച്ചൊടിക്കുന്ന സ്വഭാവമാണ്. ഗുമാനേക്ക് ആദത്തെ, തുമേ ബാത്തോങ്കോ ഗുമാനേക്ക് ആദത്തെ. ഇനി കാര്യങ്ങൾ നേരെ പറയുന്ന സ്വഭാവമാണെന്നുള്ളതിന് സീതാ ബോൽനേക്ക. സീതാ ബോൽന എന്ന് പറഞ്ഞാൽ നേരെ പറയുക, ഉള്ളതുപോലെ നേരെ പറയുന്നതിന് ബാത്തോങ്കോ സീതാ ബോൽനേക്ക് ആദത്തെ എന്ന് പറയാം. ഇത് ഗുമാനേക്ക് ആദത്തെ, വളച്ചൊടിച്ച് പറയുന്ന സ്വഭാവം. തുമേ ബാത്തോങ്കോ ഗുമാനേക്ക് ആദത്തെ. നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ്. തുമേ, നിങ്ങൾക്ക് ഛോട്ടി ഛോട്ടി ബാത്തോം പർ, ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നുള്ളതിന് ഛോട്ടി ഛോട്ടി ബാത്തോ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഛോട്ടി ഛോട്ടി ബാത്തോം പർ ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ്. ഗുസ്സ കർണേക്ക് ആദത്തെ, ഗുസ്സ ദേഷ്യം, ഗുസ്സ കർണേക്ക് ആദത്തെ ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ്. തുമേ ഛോട്ടി ഛോട്ടി ബാത്തോം പർ ഗുസ്സ കർണേക്ക് ആദത്തെ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ്. തുമേ ഛോട്ടി ഛോട്ടി ബാത്തോം പർ ഗുസ്സ കർണേക്ക് ആദത് ഹേ. നിങ്ങൾക്ക് കാര്യങ്ങളെ ഗൗരവത്തോടെ എടുക്കുന്ന സ്വഭാവമില്ല. തുമേ ബാത്തോങ്കോ, നിങ്ങൾക്ക് കാര്യങ്ങളെ ഗംഭീരദാസേ എന്ന് പറഞ്ഞാൽ ഗൗരവത്തോടെ, ഗൗരവം എന്നുള്ളതിന് ഗംഭീരത, ഗംഭീരദാസേ ഗൗരവത്തോടെ, ലേനേക്ക് എടുക്കുന്ന ആദത്ത് നഹി ഹേ സ്വഭാവമില്ല. തുമേ ബാത്തോങ്കോ ഗംഭീരദാസേ ലേനേക്ക് ആദത്ത് നഹി ഹേ. തുമേ ബാത്തോങ്കോ ഗംഭീരദാസേ ലേനേക്ക് ആദത്ത് നഹി ഹേ. നിങ്ങൾക്ക് കാര്യങ്ങളെ ഗൗരവത്തോടെ എടുക്കുന്ന സ്വഭാവമില്ല. സാധിക്കുമെങ്കിൽ, കഴിയുമെങ്കിൽ, പറ്റുമെങ്കിൽ, ഇങ്ങനെയുള്ളതൊക്കെ സെൻറ്റൻസുകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹോ സക്കേത്തോ. ഹോ സക്കേത്തോ, പറ്റുമെങ്കിൽ, സാധിക്കുമെങ്കിൽ, കഴിയുമെങ്കിൽ എന്നൊക്കെ ചേർത്തുള്ളത് തുടങ്ങാൻ വേണ്ടിയിട്ട്, സെൻറ്റൻസ് തുടങ്ങാൻ നമ്മൾ ഉപയോഗിക്കുന്നു ഹോ സക്കേത്തോ. ഹോ സക്കേത്തോ. കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കഴിയുമെങ്കിൽ എന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചു. ഹോ സക്കേത്തോ, ഹോ സക്കേത്തോ എന്നോട് ക്ഷമിക്കുക. മുझे മാഫ് കർ ദേന, എനിക്ക് മാപ്പ് തന്നാലും. മുझे മാഫ് കർ ദേന, ഹോ സക്കേത്തോ മുझे മാഫ് കർ ദേന, കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കൂ അല്ലെങ്കിൽ എനിക്ക് മാപ്പ് തരൂ. ഹോ സക്കേത്തോ മുझे മാഫ് കർ ദേന. പറ്റുമെങ്കിൽ നേരത്തെ വരാൻ ശ്രമിക്കണം. പറ്റുമെങ്കിൽ എന്നുള്ളതിന് ഹോ സക്കേത്തോ. ഹോ സക്കേത്തോ ജൽദി ആനേക്ക്, നേരത്തെ വരാൻ വേണ്ടി. ജൽദി ആനേക്ക് കോശിഷ് കർണ, നേരത്തെ വരാൻ ശ്രമിക്കണം. ഹോ സക്കേത്തോ ജൽദി ആനേക്ക് കോശിഷ് കർണ, വേഗം വരാൻ വേണ്ടി ശ്രമിക്കണം. ഹോ സക്കേത്തോ പറ്റുമെങ്കിൽ, പറ്റുമെങ്കിൽ നേരത്തെ വരാൻ ശ്രമിക്കണം. ഹോ സക്കേത്തോ ജൽദി ആനേക്ക് കോശിഷ് കർണ. സാധാരണ വീട്ടിൽ നിന്ന് പിള്ളേരോ ആരെങ്കിലുമൊക്കെ വെളിയിൽ പോകുമ്പോൾ നമ്മൾ പറയത്തില്ലേ, പറ്റുമെങ്കിൽ നേരത്തെ വരാൻ നോക്കണം, സമയത്ത് വരണം ആഹാരം കഴിക്കാൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നേരത്തെ വരാൻ ശ്രമിക്കണം. ഹോ സക്കേത്തോ ജൽദി ആനേക്ക് കോശിഷ് കർണ.
പറ്റുമെങ്കിൽ അവിടെ എത്തിയിട്ട് എനിക്ക് ഫോൺ ചെയ്യണം. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ പറയത്തില്ലേ, അവിടെ ചെന്നിട്ട് എനിക്ക് പറ്റുമെങ്കിൽ ഫോൺ ചെയ്യണം, തിരക്കില്ലെങ്കിൽ. ഹോ സക്കേ തോ, പറ്റുമെങ്കിൽ. വഹാം പഹൂഞ്ചിനെ കെ ബാദ്, അവിടെ എത്തിയതിന് ശേഷം. പഹൂഞ്ചിനെ കെ ബാദ്, എത്തിയിട്ട്. വഹാം പഹൂഞ്ചിനെ കെ ബാദ് മുझे കോൾ കർന, എന്നെ വിളിക്കണം. ഹോ സക്കേ തോ വഹാം പഹൂഞ്ചിനെ കെ ബാദ് മുझे കോൾ കർന, പറ്റുമെങ്കിൽ അവിടെ എത്തിയിട്ട് എനിക്ക് ഫോൺ ചെയ്യണം. ഹോ സക്കേ തോ, പറ്റുമെങ്കിൽ. വഹാം പഹൂഞ്ചിനെ കെ ബാദ്, അവിടെ എത്തിയതിന് ശേഷം. മുझे കോൾ കർന, എന്നെ വിളിക്കണം അല്ലെങ്കിൽ ഫോൺ ചെയ്യണം. നമുക്ക് വേറൊരെണ്ണം നോക്കാം. പേടി കൊണ്ട്. പേടി കൊണ്ടെന്നുള്ളതിന് എന്ത് പറയും? ഡർസേ. ഡർ എന്ന് പറഞ്ഞാൽ പേടി. പേടി കൊണ്ട്, ഡർസേ. ഇത് വെച്ച് നമുക്ക് 2-3 വാചകങ്ങൾ നോക്കാം. അച്ഛനോടുള്ള പേടി കൊണ്ട് അവൻ മിണ്ടാതിരുന്നു. നമ്മൾ പറയത്തില്ലേ, സാധാരണ അവൻ അങ്ങനെ മിണ്ടാതിരിക്കുന്നവനല്ല, പക്ഷെ അച്ഛനോടുള്ള പേടി കൊണ്ട് അവൻ മിണ്ടാതിരുന്നു. അപ്പനെ പാപ്പാക്കെ ഡർസേ, അച്ഛനോടുള്ള പേടി കൊണ്ട്. അപ്പനെ പാപ്പാക്കെ ഡർസേ വഹ് ചുപ് രഹ, അവൻ മിണ്ടാതിരുന്നു. അപ്പനെ പാപ്പാക്കെ ഡർസേ വഹ് ചുപ് രഹ, അവൻ മിണ്ടാതിരുന്നു. എന്നോടുള്ള പേടി കൊണ്ട് അവനൊന്നും പറഞ്ഞില്ല. മേരി ഡർസേ, എന്നോടുള്ള പേടി കൊണ്ട്. മേരി ഡർസേ ഉസ്നെ, അവൻ ഒന്നും പറഞ്ഞില്ല. കുച്ച് നഹി ബോല, ഒന്നും പറഞ്ഞില്ല. മേരി ഡർസേ, എന്നോടുള്ള പേടി കൊണ്ട്. ഉസ്നെ കുച്ച് നഹി ബോല, അവൻ ഒന്നും പറഞ്ഞില്ല. എന്നോടുള്ള പേടി കൊണ്ട് അവനൊന്നും പറഞ്ഞില്ല. മേരി ഡർസേ ഉസ്നെ കുച്ച് നഹി ബോല. അവൻ ആക്സിഡൻ്റ് ഉണ്ടാകുമെന്നുള്ള പേടി കൊണ്ട് ബൈക്ക് ഓടിക്കുന്നില്ല. വഹ് ആക്സിഡൻ്റ് കി ഡർസേ, ആക്സിഡൻ്റ് ഉണ്ടാകുമെന്നുള്ള പേടി കൊണ്ട്. വഹ് ആക്സിഡൻ്റ് കി ഡർസേ, ആക്സിഡൻറ്റിൻ്റെ പേടി കൊണ്ട്. വഹ് ആക്സിഡൻ്റ് കി ഡർസേ ബൈക്ക് നഹി ചലാത്താ ഹേ, ബൈക്ക് ഓടിക്കുന്നില്ല. ബൈക്ക് നഹി ചലാത്താ ഹേ, ബൈക്ക് ഓടിക്കുന്നില്ല. വഹ് ആക്സിഡൻ്റ് കി ഡർസേ ബൈക്ക് നഹി ചലാത്താ ഹേ, അവൻ ആക്സിഡൻ്റ് ഉണ്ടാകുമെന്നുള്ള പേടി കൊണ്ട് അല്ലെങ്കിൽ ആക്സിഡൻറ്റിൻ്റെ പേടി കൊണ്ട് ബൈക്ക് ഓടിക്കുന്നില്ല. വഹ് ആക്സിഡൻ്റ് കി ഡർസേ ബൈക്ക് നഹി ചലാത്താ ഹേ. ഇനി വീഴുന്ന പേടി കൊണ്ടെന്ന് പറയണമെങ്കിൽ ഗിർനേക്കി ഡർസേ എന്ന് പറയണം. ഗിർന എന്ന് പറഞ്ഞാൽ വീഴുക. ഗിർനേക്കി ഡർസേ എന്ന് പറഞ്ഞാൽ വീഴുന്നതിനുള്ള പേടി കൊണ്ട്. ബൈക്ക് നെയ് ചലാത്താ ഹേ അല്ലെങ്കിൽ സൈക്കിൾ നെയ് ചലാത്താ ഹേ, സ്കൂട്ടർ നെയ് ചലാത്താ ഹേ, എന്ത് വേണമെങ്കിലും പറയാം. ഗിർനേക്കി ഡർസേ എന്ന് പറയാം, വീഴുന്നതിനുള്ള പേടി കൊണ്ട്. പേടി കൊണ്ട് അല്ലെങ്കിൽ പേടിച്ചിട്ട് അവൻ വിറയ്ക്കുകയാണ്. ഡർസേ, പേടി കൊണ്ട്. വഹ് കാമ്പ് രഹാഹേ, കാമ്പിന എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക. കാമ്പ് രഹാഹേ എന്ന് പറഞ്ഞാൽ വിറച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ വിറയ്ക്കുകയാണ്. ഡർസേ വഹ് കാമ്പ് രഹാഹേ, പേടിച്ചിട്ടവൻ വിറയ്ക്കുകയാണ്. അല്ലെങ്കിൽ പേടി കൊണ്ടവൻ കരയുകയാണെന്നുള്ളതിന് ഡർസേ വഹ് രോ രഹാഹേ എന്ന് പറയാം. കരയുകയാണ്, രോ രഹാഹേ. ഡർസേ വഹ് രോ രഹാഹേ. ഇവിടെ നമ്മൾ പറഞ്ഞ ഡർസേ വഹ് കാമ്പ് രഹാഹേ എന്ന് പറഞ്ഞാൽ പേടി കൊണ്ടവൻ വിറയ്ക്കുകയാണ്. ഡെയിലി യൂസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ നോക്കിയിരിക്കുന്നത്. അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്